ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ എല്ലാവരുടെ ലൈഫിലും ഒരു സമയമുണ്ട്. വി കോൾ ഇറ്റ് ആസ് രാമച്ചൻ അത് ഇംഗ്ലീഷിൽ പറയട്ടെ. ദാറ്റ്സ് ലൈഫ്. എന്താ പറയുന്നത്, നമ്മൾ ജീവിതം എന്ന് അതിനെ പറയൂ അല്ലേ. സോ കം ക്ലോസർ, നമുക്കിനി 1-on-1 ആയിട്ട് സംസാരിക്കാം. ഹലോ എക്സാമിനർ ഫാമിലി, ഞാൻ നിങ്ങളുടെ ഹരിസാറാണ്. ഇന്ന് ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ചെറിയൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. വേറെ ഒന്നുമല്ല, വാട്ട്സ് യുവർ ഡ്രീം? നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്വപ്നം? സാർ, ഒരുപാട് പേര് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് നിങ്ങളുടെ സ്വപ്നം, എന്താണ് നിങ്ങളുടെ ആംബിഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. സാറിന് ചോദിക്കാൻ പോകുന്നതല്ല, നിങ്ങളോട് സാറിന് ചോദിക്കാനുള്ളത് വാട്ട്സ് യുവർ ഡ്രീം റൈറ്റ് നൗ. ഇപ്പം നിങ്ങളുടെ സ്വപ്നം എന്താണെന്നുള്ളത് കുറേ പേര് ഓൾറെഡി ചിന്തിച്ചിട്ടുണ്ടാവും. എക്സാമിന്, ഓണം എക്സാം ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, മോഡൽ ആയിക്കോട്ടെ, പബ്ലിക് എക്സാം ആയിക്കോട്ടെ, അതിന് ഫുൾ A+ വാങ്ങിക്കുക അല്ലെങ്കിൽ ഫുൾ മാർക്ക് മേടിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളിപ്പോഴത്തെ ഡ്രീം. നിങ്ങൾക്ക് ചിലപ്പോൾ കളക്ടർ ആവാനോ ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആവാനോ ഡസൻ മാറ്റർ. നിങ്ങൾ എന്തോ ആയിക്കോട്ടെ, 10ാം ക്ലാസ്സിൽ നിങ്ങൾ ഫുൾ A+ ഫുൾ മാർക്ക് മേടിച്ചിട്ട് ഇറങ്ങിയാൽ മാത്രമേ ഈ സ്വപ്നം നിങ്ങൾക്ക് നേടാൻ പറ്റൂ. സോ വാട്ട്സ് യുവർ ഡ്രീം നൗ? ഫുൾ A+, നല്ല മാർക്ക് മേടിക്കുക. എക്സാംസിന് ഇനി വരാൻ പോകുന്നത്, ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഓണം എക്സാമിന് തൊട്ട് മുന്നേ ആയിരിക്കാം, ക്രിസ്മസ് എക്സാമിൻ്റെ ടൈമിനായിരിക്കാം, പബ്ലിക് എക്സാമിൻ്റെ ടൈമിനായിരിക്കാം. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് നിങ്ങൾ കാണുന്നോ അവിടെ മുതൽ നിങ്ങൾ ശരിക്കും എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഡ്രീം എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. മക്കളെ, ലോങ് ടൈമിലുള്ള ഡ്രീംസ് നല്ലതാണ്, മോശമെന്ന് സാറ് പറയില്ല. പക്ഷേ സെറ്റ് എ ഡെഡ് ലൈൻ. നിങ്ങളെ മുന്നിലുള്ള ഒരു സാധനമുണ്ട്, അതിനെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആദ്യം തീരുമാനിക്കുക. എവിടെ നിങ്ങൾ അങ്ങനെ തീരുമാനിക്കുന്നോ അവിടെ നിങ്ങൾക്ക് വിജയം ഉണ്ടാവും. മനസ്സിലായില്ലേ എങ്ങനെയാണെന്നുള്ളത്? അപ്പോൾ ഇത്രയും ആലോചിച്ചാൽ മതി. കുറേ പ്രശ്നങ്ങളുണ്ടാവും അല്ലേ. വാട്ട്സ് സ്റ്റോപ്പിംഗ് യു ഫ്രം അച്ചീവിങ് ദാറ്റ് ഡ്രീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാർ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഫൈനാൻഷ്യലി ഞാൻ ചിലപ്പം ഫൈനാൻഷ്യലി അത്ര സ്റ്റേബിൾ ആയിരിക്കില്ല എൻ്റെ ഫാമിലി എന്ന് തോന്നുന്നവരുണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ലാപ്ടോപ്പോ ഫോണോ ഓൺലൈനായിട്ട് പഠിക്കാനുള്ള സൗകര്യം ഇല്ല, ബാച്ചിൽ ചേർന്ന് പഠിക്കാനുള്ള അത്രയും പൈസ ഇല്ല. പക്ഷെ നിങ്ങൾ ചിന്തിച്ച് നോക്കേണ്ട കാര്യമുണ്ട് മക്കളെ, അതൊക്കെ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങളാണോ? അല്ല, നിങ്ങളുടെ പ്രശ്നം ഇവിടെയല്ല, ഇവിടെയാണെന്ന് സാർ പറയും. എന്താ അങ്ങനെ പറയാൻ കാരണം? നിങ്ങൾക്ക് ബുദ്ധി ഇല്ലായ്ക്ക് കുറവോ ബുദ്ധി കൂടിയതിൻ്റെ ഒന്നുമല്ല. മൈൻഡ് സെറ്റ് ഈസ് ദ പ്രോബ്ലം. നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഏത് കാര്യത്തിനോടും, സാർ എനിക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കാനുള്ള കഴിവുണ്ട്, അങ്ങനെ ചെയ്യും ഞാൻ, ഒരു പരീക്ഷയ്ക്ക് ഒരു 10-15 ദിവസം മുന്നേ അല്ല, 1 മാസം മുന്നെയെങ്കിലും ഞാൻ പഠിച്ചിരിക്കും എന്നുള്ളൊരു തോട്ട് എൻ്റെ മക്കളെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ യുണീക്ക് ആവാൻ തുടങ്ങുകയാണ് മറ്റുള്ള എല്ലാവരുടെ നിന്നും. ഓക്കെ, ഡോണ്ട് ലൈ ടു യുവർ സെൽഫ്. നിങ്ങളോട് തന്നെ കള്ളം പറയാതിരിക്കുക. എനിക്ക് കഴിവില്ല, എനിക്ക് പഠിക്കാൻ പറ്റില്ല, അയ്യോ. നോ, യു ഹാവ് ദാറ്റ് പവർ. നിങ്ങളെ ഉള്ളിൽ അതുണ്ട്. സാർ അങ്ങനെയായിരുന്നു പണ്ട്. സാർ വിചാരിക്കും, അയ്യോ എനിക്ക് പഠിക്കാൻ പറ്റില്ല, വേറെ കുറേ പഠിപ്പികളുണ്ട്, ഭയങ്കര ഫുൾ 100 out of 100 ഒക്കെ വാങ്ങുന്ന ഒരുപാട് പേരുണ്ട്, ഞാൻ പഠിച്ചാൽ എനിക്ക് അത്ര എത്താൻ പറ്റില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാലം സാറിനുണ്ടായിരുന്നു, പഴയ കാലം. പക്ഷെ അല്ല, അതൊന്നും അല്ല യഥാർത്ഥത്തിലുള്ള റീസൺ. നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ളത്, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങളെന്ന് തിരിച്ചറിയുന്നോ, അവിടെ മുതൽ നിങ്ങളുടെ ഫയർ ഇഗ്നൈറ്റ് ആവാൻ തുടങ്ങും. ചെറിയ സ്പാർക്ക് ഉണ്ടാവില്ല നിങ്ങളുടെ ഉള്ളിൽ. ചിലപ്പോൾ ഈ സാർ ഇത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ആ ഒരു സ്പാർക്ക് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങളതിനെ എങ്ങനെ ഊതി ഒരു തീയാക്കി മാറ്റിയിട്ട്, ഒരു എനർജി ആക്കി മാറ്റിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിൽ ഊർജ്ജമുണ്ട്, എനർജി ഉണ്ട്. നമ്മൾ ബയോളജി പഠിച്ചിട്ടുണ്ട്, മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പവർ ഹൗസ് ആണ് നമ്മുടെ ഉള്ളിൽ. നമ്മുടെ ശരീരം ഇങ്ങനെ ഊർജ്ജസ്വലനായി നിൽക്കുന്നത് മൈറ്റോകോൺട്രിയയിലുള്ള ഒരു പവർ ഹൗസ് എന്ന് പറഞ്ഞ സാധനം കാരണമാണ്. എല്ലാവരുടെ ഉള്ളിലുണ്ട്. സാറ് പറയുന്നത് ഇമോഷണലി ഉള്ള ഒരു സ്പാർക്കാണ്, നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ഉണ്ടാകുന്ന സ്പാർക്കാണ്. നിങ്ങൾ 100% കൊടുക്കാം, പോരാ, 200% നിങ്ങൾ കൊടുക്കണം. എന്നിട്ട് തോറ്റുപോട്ടെ എന്ന് വിചാരിക്കണം. ഓക്കെ, നിങ്ങൾ 200% കൊടുക്കുക, അവിടെ നിങ്ങൾ വിജയിക്കും, ഉറപ്പാണ്. അവിടെ തോൽവി എന്ന് പറഞ്ഞുള്ളൊരു കോൺസെപ്റ്റ് അവിടെ ഉണ്ടാവും പോകില്ല. പിന്നെ ഓക്കെ, അവിടെ നിങ്ങൾ എന്താക്കുക, നിങ്ങൾ പഠിക്കുക. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, വേറൊരാൾക്ക് നല്ല മാർക്ക് കിട്ടി, 80ൽ 72 മാർക്ക് അവന് കിട്ടി, എനിക്ക് 71 ഉള്ളൂ, അയ്യോ. നോ, അവിടെയാണ് നിങ്ങളെ മൈൻഡ് സെറ്റ് വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, എനിക്ക് 71 ഉള്ളൂ, അടുത്തതിന് എനിക്ക് 78, 79 വാങ്ങിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ആരെയും കുറ്റം പറയാനോ ആരോട് അസൂയ തോന്നാനോ ജലസി തോന്നാനോ ഒന്നുമല്ല സാറ് പറയുന്നത്. അങ്ങനെ തോന്നാനും പാടില്ല. നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഒരു സാധനമുണ്ട്. നിങ്ങൾക്ക് ഓക്കെ 72, 71, ഞാൻ എന്നോട് തന്നെ കോമ്പറ്റ് ചെയ്യുന്നത്, അവനോടല്ല. അടുത്തതിന് എനിക്ക് 71 വേണ്ടത്, 78 വേണം. എന്നോട് തന്നെ എനിക്കൊരു സെറ്റ്, ഒരു ബാർ നിങ്ങൾ ഫിക്സ് ചെയ്യാം. അതിന് താഴെ ഞാൻ ഒരിക്കലും പോകില്ല.
ആ ഒരു മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊരു 80-ൽ 75 മാർക്ക് കിട്ടി, പിന്നെ ഞാൻ 75-ന് താഴെ ഒരു കാരണവശാലും പോയില്ല. ഞാൻ എൻ്റെ ഒരു ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു. ഓക്കെ, ആ ഒരു സംഭവമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങളെ തന്നെ മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾ ചിന്തിക്കും 5 to 10 years ഡൗൺ ദ ലൈൻ, നിങ്ങളൊരു 5-10 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളെ ഫ്രണ്ടിനെ നിങ്ങൾ കാണാം, ഹീസ് വെരി സക്സസ്ഫുൾ. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ അത്രയും ലെവലിൽ അവൻ്റെ അത്രയും ലെവലിൽ നിങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കാം. എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ ഒരേ വിഷയം പഠിച്ച്, ഒരേ സബ്ജക്റ്റ് പഠിച്ച്, ഒരേ എക്സാം എഴുതി, ഒരേ ടൈമിൽ എഴുതിയിട്ട് പാസ്സായവരാണ് ചിന്തിക്കുക 10ാം ക്ലാസ്സിൽ. 10 കൊല്ലം കഴിഞ്ഞിട്ട് അവനെവിടെ നിൽക്കുന്നു, നമ്മളെവിടെ നിൽക്കുന്നു ചിന്തിച്ച് നോക്കുക. എല്ലാവരും കൊണ്ടും പറ്റും. നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് സാധിച്ചിരിക്കും. നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് പ്രശ്നം. നിങ്ങൾക്ക് വേണ്ട പഠിക്കേണ്ട, ഇന്ന് ഫുട്ബോൾ കളിക്കുക, ഇന്ന് ക്രിക്കറ്റ് കളിക്കുക, ഒന്നും ഒഴിവാക്കണം എന്നല്ല സാറ് പറയുന്നത്. എല്ലാം വേണം, പക്ഷേ പഠിക്കുമ്പോൾ പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് എക്സാമിൻ്റെ ടൈമിൽ നിങ്ങൾ പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. അത് വളരെ വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ, നിങ്ങൾ നിർബന്ധമായിട്ടും ലൈഫ് നിങ്ങളുടെ മുന്നിലേക്ക് 2 ഓപ്ഷൻ വെച്ച് തരും. ഇപ്പോൾ സാറിന് അനുഭവം പറഞ്ഞുതരാം. സാറ് ഒരു കടയിൽ ചെന്നിട്ട് സാറിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടി നോക്കുകയാണ്. സാർ അതിൻ്റെ MRP എടുത്ത് നോക്കി, കുറച്ച് കാലം മുന്നെയാണ്. MRP എടുത്ത് നോക്കി, നോ, സാറിനെ കൊണ്ടാവില്ല. സാർ അത് അവിടെ തിരിച്ചു വെച്ചു. സാറിന് ഏറ്റവും ആഗ്രഹിച്ച് വാങ്ങിക്കണം, അത്രയും ഒരു മനസ്സിലിങ്ങനെ തോന്നിയൊരു സാധനമായിരുന്നു. പക്ഷേ അത് MRP കണ്ടപ്പോൾ സാർ അവിടെ വെച്ചു. പറ്റൂല, സാറിനെ കൊണ്ട് താങ്ങാനാവുന്നതിൽ അപ്പുറമായിരുന്നു അതിൻ്റെ പ്രൈസ്. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, സക്സസ്ഫുൾ ആയപ്പോൾ സാറിപ്പോൾ ചെന്നിട്ട് സാറിന് ഇഷ്ടമുള്ള സാധനം നോക്കുകയാണ്. MRP സാറ് നോക്കാറില്ല. ഇഷ്ടമുണ്ടോ, അതിപ്പോൾ ഫുഡാണെങ്കിൽ അത് കഴിക്കാൻ തോന്നിയോ കഴിച്ചിരിക്കും, വേറെ ഒന്നുമില്ല. നിങ്ങളെപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവുന്നോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ലൈഫ് നിങ്ങളുടെ മുന്നിൽ 2 ഓപ്ഷൻ തരാൻ പോകുന്നത്. ഒന്ന് സക്സസ്ഫുൾ ആവുക, അല്ലെങ്കിൽ നിങ്ങൾ MRP നോക്കിയിട്ട് നിങ്ങളുടെ ജീവിതകാലം മൊത്തം നിൽക്കുക. ഇനി മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ തന്നെ ജീവിക്കുക. ഓക്കെ, സാറ് പറയുന്നത് അങ്ങനെ വലിയ ചിലവും കാര്യങ്ങളാക്കാനെന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് ആ ഒരു സാധനം, ഓക്കെ, സാറിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു, ഗൂഗിൾ പേ ടിങ് അടിക്കാണ്ടിരിക്കുന്ന സമയം ഉണ്ടാവുന്നാത്ത അത്രയും കാലം അടിപൊളിയായിട്ട് നിൽക്കണം എന്നുള്ളത്. അപ്പം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇതിനെ സ്റ്റോപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ സാർ പറഞ്ഞുതരാം. ഒന്നാമത്തത്, നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് എ ഡെഡ് ലൈൻ. നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഓണപരീക്ഷയാണ് മുന്നിൽ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്മസ് പരീക്ഷയാണ് മുന്നിൽ വരുന്നതെങ്കിൽ അത് നിങ്ങളെ ഡെഡ് ലൈനായിട്ട് വെക്കുക. പഠിക്കുക, കിടിലമായിട്ട് പഠിക്കുക, വേറെ ഒന്നും നോക്കാനില്ല. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചെടുക്കുന്ന ഓരോ വിഷയങ്ങളും ഓരോ ചാപ്റ്റേഴ്സും നിങ്ങളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങണം. അവസാനം പബ്ലിക് എക്സാമിന് നിങ്ങൾക്കത് വെറും റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കണം. ആ ഒരു ലക്ഷ്യത്തോടെ നിങ്ങൾ നിൽക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് വരിക. നിങ്ങൾ പഠിക്കുമ്പോൾ പോർഷനായിട്ട് പഠിച്ചാൽ മതി, എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് പഠിക്കണമെന്നില്ല. ആപ്പിൾ ഒരുമിച്ചെടുത്ത് തിന്നണം എന്നല്ല സാറ് പറയുന്നത്. ആപ്പിളിനെ മുറിച്ച് തിന്നുക. നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്ററിനെ മുറിച്ച് പഠിക്കുക. അവിടെ നിങ്ങൾ വിജയിക്കും മക്കളെ, ലൈഫിൽ ഉറപ്പാണ്. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട് മക്കളെ, നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു, സെറ്റ് എ ഡെഡ് ലൈൻ എന്നുള്ള സാധനം നിങ്ങൾ കേട്ടെന്ന് മനസ്സിലാവുന്നു. രണ്ടാമത്തെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. സാർ നേരത്തെ പറഞ്ഞ അതേ കാര്യം, നിങ്ങൾ വേറൊരാളെ വെച്ചിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യാൻ പാടില്ല. ഇത് പാരൻസ് കാണുന്നുണ്ടെങ്കിൽ, രക്ഷിതാക്കളോട് സാറിന് പറയാനുള്ളത്, എൻ്റെ മക്കൾ ഇത് വേണമെങ്കിൽ വീഡിയോ ഈ ഭാഗം എത്തുമ്പോൾ നിങ്ങൾ പാരൻസിനൊന്ന് കാണിച്ചു കൊടുക്കുക. ദയവ് ചെയ്ത് എൻ്റെ മക്കളെ നിങ്ങൾ ഒരു കാരണവശാലും, പാരൻസിനോടാണ് പറയാനുള്ളത്, നിങ്ങൾ കമ്പയർ ചെയ്യാൻ പാടില്ല. അതൊരു മുറിവായിട്ട് കിടക്കും എപ്പോഴും. അതുകൊണ്ട് ഒരു കാരണവശാലും കമ്പയർ ചെയ്യരുത്. ചിലപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ അവൻ പഠിച്ച് മാർക്കൊക്കെ മേടിച്ചായിരിക്കും, പക്ഷേ ആ ഒരു മുറിവ് എപ്പോഴും മനസ്സിൽ കിടക്കുന്നുണ്ടാവും. ഓക്കെ, ഒരു കാരണവശാലും മക്കളെ വേറൊരാളെ വെച്ചിട്ടോ, വേറൊരു കുട്ടിയെ വെച്ചിട്ടോ, വേറൊരാളെ വെച്ചിട്ടോ, വേറൊരു ഒബ്ജക്റ്റ് വെച്ചിട്ടോ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഒന്നിനെ കൊണ്ട്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഓക്കെ, ഫോക്കസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. വേറെ നിങ്ങളെ ചുറ്റുപാടത്തെ പല കാര്യങ്ങളും നടക്കുന്നുണ്ടാവും. നിങ്ങൾ ഡസൻ മാറ്റർ, നിങ്ങൾ അതൊന്നും നോക്കാനേ പാടില്ല, ചിന്തിക്കാനേ പാടില്ല. നിങ്ങളെ ബുക്കും നിങ്ങളും മാത്രമായിരിക്കണം പരീക്ഷയ്ക്കെത്തുമ്പോൾ. അതുമാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നുള്ളൂ. സ്വാഭാവികമായിട്ട് നിങ്ങൾ പഠിക്കുക, വേറൊന്നും നോക്കാനില്ല. ഫോക്കസ് ഓൺ യുവർ സെൽഫ്. കിടിലമായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കാൻ പറ്റും, സാറ് ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇത് ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് സാറ് പോവാണ്. സ്മൈൽ. ലൈഫിൽ എല്ലാവരോടും ചിരിക്കുക. ആരോടും നിങ്ങൾ കലിപ്പ് വെച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ സ്മൈൽ ചെയ്യുക, ചിരിക്കുക, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആവുക. നിങ്ങളോട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഫ്രണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ടീച്ചേഴ്സോ ഒക്കെ ഉണ്ടാവും നിങ്ങളുടെ സ്കൂളിലും നിങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ ആയിട്ട്. ചിരിച്ചോ, എല്ലാവരോടും ചിരിച്ചോ, നല്ലോണം ചിരിച്ചോ. നിങ്ങൾ ചിലപ്പോൾ എന്താണ് ചിരിമാൻ എന്നൊക്കെ പറഞ്ഞ പേരൊക്കെ വീണായിരിക്കും. പക്ഷേ നിങ്ങളവിടെ ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളിൽ തന്നെ നിങ്ങൾ പറയുകയാണ് ഓക്കെ, ഐ എം ഓക്കെ എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ഓരോ തവണ നിങ്ങൾ ചിരിക്കുമ്പോൾ. ഓക്കെ, ഫൈൻ, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇനി മുതൽ ഇതിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സാർ ഐ വിൽ സ്റ്റഡി.
ഐ വാണ്ട് ടു സ്റ്റഡി എന്നല്ല, ഐ വിൽ സ്റ്റഡി. ഓക്കെ, വാണ്ട് ടു സ്റ്റഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓ സാർ ഞാൻ പഠിക്കാം എന്നുള്ള സാധനം അതൊന്നുമല്ല. ഐ വിൽ സ്റ്റഡി, ഞാൻ പഠിച്ചിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ പറയാനുള്ളത്. കൃത്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. യെസ് സാർ ഐ വിൽ സ്റ്റഡി എന്നുള്ളവരെന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യുക, അടിപൊളിയാക്കുക. നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കാനില്ല, കുറച്ച് സീരിയസ് ആയിട്ടുള്ള ടോക്കായിപ്പോയി സാറിന് അറിയാം. എനിവേ നിങ്ങൾക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സാർ ഇത്രയും പറഞ്ഞത്. എക്സാംസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ, ഓരോ എക്സാംസും. ഓക്കെ, അതിൻ്റെ ഫസ്റ്റത്തെ സ്റ്റെപ്പായിരിക്കും. നിങ്ങൾ വിചാരിക്കും സാർ ഓൺ എക്സാം ക്രിസ്മസ് എക്സാം ഒന്നും പബ്ലിക് എക്സാമിൽ റിഫ്ലക്റ്റ് ചെയ്യില്ലല്ലോ. പക്ഷേ മക്കളെ, നിങ്ങൾ ഇവിടുന്ന് ഓരോ ചവിട്ടുപടിയും നിങ്ങൾ കയറുമ്പോൾ ആ അവസാനത്തെ ചവിട്ടുപടി ഉണ്ടല്ലോ പബ്ലിക് എക്സാം എന്നുള്ളത്, ആ പബ്ലിക് എക്സാം ചവിട്ടാനുള്ള ഭാരം, ആ ഒരു എളുപ്പം, ഒരു ഈസിനെസ് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓണം ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, മോഡൽ ആയിക്കോട്ടെ, ബി യുവർ ബെസ്റ്റ്. ഓക്കെ സർ ഐ വിൽ സ്റ്റഡി എന്നുള്ളവരെ ലാസ്റ്റ് കമൻറ്റ് ചെയ്യുക, അടിപൊളിയാക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാച്ചിലും കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ആ ബാച്ചിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്പറിലേക്ക് വിളിച്ച് നോക്കുക. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കിട്ടുന്നതായിരിക്കും. പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി അവിടെ കിട്ടുന്നതായിരിക്കും. സ്വാഭാവികമായിട്ട് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക, വേറെ നോക്കാനില്ല. ഐ വിൽ സ്റ്റഡി എന്നുള്ളവർ എന്ത് ചെയ്യുക, ഒരു കമൻറ്റ് ഇടുക, അടിപൊളിയാക്കുക. ഹാപ്പി ലേണിംഗ്.